എഴുത്തുകാരനും സാംസ്കാരിക പ്രവർത്തകനും സാഹിത്യ അക്കാദമി അവാർഡ് ജേതാവുമായ പൂയപ്പള്ളി തങ്കപ്പൻ മാസ്റ്ററുമായി നോവലിസ്റ്റ് ജോസഫ് പനക്കൽ നടത്തിയ സംഭാഷണത്തിൽ നിന്ന്. തങ്കമാഷ് ഈ സാംസ്കാരിക രംഗത്ത്, പ്രത്യേകിച്ചും സാഹിത്യ രംഗത്തേക്ക് കടന്നു വരുന്ന ഒരു സാഹചര്യം എന്തായിരുന്നു? എന്നെ സംബന്ധിച്ചിടത്തോളം അത് സത്യത്തിൽ എൻ്റെ ഗൃഹാന്തരീക്ഷമാണ്. ഞാൻ ഓർമ്മ വെച്ച് വരുമ്പോൾ വീട്ടിലെ ചങ്ങമ്പുഴയുടെ, സി വി രാമപിള്ളയുടെ, സഹോദരനയ്യപ്പൻ്റെ സഹോദരൻ മാസിയ ഇതൊക്കെ ഉണ്ടായിരുന്നു. മാത്രമല്ല അച്ഛൻ സാഹിത്യ പരിഷത്ത് സമ്മേളനങ്ങളിലൊക്കെ പങ്കെടുത്തിട്ടുള്ള ആളായിരുന്നു. ആ വിവരമൊക്കെ ഒന്ന് പറയുമായിരുന്നു. അച്ഛൻ്റെ മൂത്ത സഹോദരി നല്ല വായനക്കാരിയായിരുന്നു. പയ്യമ്പള്ളി ഗോപാലപിള്ള എന്നൊക്കെ പറഞ്ഞിട്ട് പഴയ എഴുത്തുകാരുണ്ട്, അവരുടെയൊക്കെ നോവലുണ്ടോന്ന് വായിച്ച് അവർക്ക് കണ്ണ് കാണാതായി കഴിഞ്ഞപ്പോൾ വല്യച്ഛൻ്റെ മക്കളെ കൊണ്ട്, പിന്നെ ചേട്ടനെ കൊണ്ട്, എന്നെ കൊണ്ടൊക്കെ വായിപ്പിച്ചു. മൂത്ത വല്യച്ഛൻ്റെ മകള് ഒരു ചങ്ങമ്പുഴ സ്പെഷ്യലിസ്റ്റ് ഉണ്ടായിരുന്നു. എന്ന് പറഞ്ഞാൽ ചങ്ങമ്പുഴ കൃതികൾ രമണനൊക്കെ അവർക്ക് ബൈഹാർട്ടായിരുന്നു. ചേച്ചിയായിരുന്നു എൻ്റെ ഗൈഡ്. ചേച്ചി 4ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ചങ്ങമ്പുഴയുടെ ദേവത മുഴുവനും കാണാതെ ചൊല്ലാൻ എനിക്ക് കഴിയുമായിരുന്നു. അത്ര പ്രായം. ആ രീതിയിൽ കൂടിയുള്ള ഒരു അന്തരീക്ഷത്തിൽ നിന്നാണ് എനിക്ക് സാഹിത്യം. പിന്നെ ചേട്ടൻ നല്ല എഴുത്തുകാരനായിരുന്നു. അതങ്ങൾ പോയില്ല. നാടകം എഴുതുമായിരുന്നു, ഗാനങ്ങൾ എഴുതുമായിരുന്നു. പിന്നെ പുള്ളി നാടകത്തിൽ അഭിനയിക്കുകയും സംവിധാനം ചെയ്യുകയൊക്കെ ചെയ്തിട്ടുള്ളത് വേറൊരു കഥ. അപ്പോൾ അങ്ങനത്തുള്ള അന്തരീക്ഷത്തിൽ വളർന്നിട്ടാണ് പിന്നെ ഈ പറവൂര് ചെന്ന് പഠിച്ചിട്ട് ഒരു കയ്യെഴുത്ത് മാസി അവിടെ ഉണ്ടായിരുന്നു. അതിൽ കഥ എഴുതിയിട്ടുണ്ട് ഞാൻ. ഞങ്ങളുടെ ഒരു ടീച്ചർ, ഞങ്ങൾക്ക് എല്ലാവർക്കും ആരാധ്യയായ ഒരു ടീച്ചറാണ്. അവർ അവിവാഹിതയായിപ്പോയി. പ്രസിദ്ധനായ വൈദ്യൻ്റെ മകനായിട്ട് അവർക്ക് പ്രേമമുണ്ടായിരുന്നു. അയാൾ വേറെ കല്യാണം കഴിച്ചു കളഞ്ഞു. അന്ന് തുടങ്ങി അവർ വെള്ളവസ്ത്രം ധരിച്ചാൽ വന്നിരുന്നു. അതീവ സുന്ദരിയായിരുന്നു. അത് എന്നോടൊക്കെ എന്തൊരു വാത്സല്യം വരുന്നറിയുമോ. അപ്പോൾ ആ ടീച്ചറിന് അവരുടെ ഒരു കഥ പേരൊക്കെ മാറ്റി എഴുതിയാണ് എൻ്റെ ആദ്യത്തെ സൃഷ്ടി. അത് ആ കയ്യെഴുത്ത് മാസികയിൽ വന്നു. അന്ന് ഞാനവിടെ 7ാം ക്ലാസ്സിൽ പഠിക്കണം എന്ന് ഓർക്കണം. സാർ ആദ്യം കഥയാണ് എഴുതിയിരുന്നത്. തുടക്കം കഥ. പക്ഷെ പിന്നീട് ഞങ്ങളൊക്കെ അറിയുന്നത് സാറിന് ഒരു കവിയ എന്ന നിലയിലാണ്. അതെ, എനിക്ക് കഥ എഴുതിയിരുന്നെങ്കിലും കവിതയിലേക്ക് വരാനൊരു കാരണമുണ്ടായി. അതായത് വി കെ ശശിധരൻ, വി കെ എസ് എന്നറിയപ്പെടുന്ന സംഗീതജ്ഞനുണ്ടല്ലോ, പുള്ളിക്കാരൻ, ഞങ്ങൾ സഹപാഠികളാണ്. ഒരു ആർ കെ കട്ടനും ഞങ്ങൾ 3 പേരും. പുള്ളി മ്യൂസിക് കോളേജിൽ പോയി പഠിച്ച് എഞ്ചിനീയറായി. കൊല്ലത്ത് പോളിടെക്നിക് കോളേജിൻ്റെ പ്രിൻസിപ്പളൊക്കെ ആയിട്ടത്. ഈ ശാസ്ത്ര സാഹിത്യ പരിഷത്തിൻ്റെ പ്രവർത്തകരായിരുന്നു. എടശ്ശേരിയുടെ ഭൂതപ്പാട്ടൊക്കെ സംഗീതം കൊടുത്തൊക്കെ വളരെ പേഴ്സണായിരുന്നു. പുള്ളിയുടെ ആവശ്യത്തിന് വേണ്ടി പുള്ളി എന്നോട് പറഞ്ഞു, താനൊരു പാട്ട് എഴുതി തരാമോ എന്ന് ചോദിച്ചു ദിവസം. അപ്പം ഞങ്ങൾ ഇന്നത്തെ KMK ജംഗ്ഷനിൽ നിന്ന് പടിഞ്ഞാട്ടിങ്ങനെ നടക്കും. അന്ന് റോഡ് വെറുതെ വഴിയാണ്, അല്ലാതെ ഇതൊന്നും ആയിട്ടില്ല. റിപ്പബ്ലിക് റോഡ് എന്നൊക്കെ പറഞ്ഞ് പിന്നീടാണ് വരുന്നത്. നടന്ന് ഞങ്ങൾ പുഴ തീരം വരെ ചെല്ലും. എന്നിട്ട് ഇങ്ങോട്ട് പറഞ്ഞാൽ ആ നടത്തത്തിൻ്റെ ഇടയിലാണ് ഞങ്ങളുടെ വർത്തമാനം. ഞങ്ങൾ 3 പേരുണ്ടാവും. അപ്പോൾ എന്നോട് പറഞ്ഞ് താനൊരു പാട്ട് എഴുതി തരാൻ പറഞ്ഞു. ഞാൻ ഒരു പാട്ട് എഴുതി കൊടുത്തു. പുള്ളി അത് സംഗീതം ചെയ്തു അതിമനോഹരമായിട്ട്. ശാസ്ത്രീയ സംഗീതം പഠിച്ചിട്ടുള്ള ആളാണ്. അതിമനോഹരമായിട്ട് പാടി. അങ്ങനെയാണ് ഞാൻ കവിതയായിട്ട് ബന്ധപ്പെട്ട ഗാനത്തിലേക്ക് വരുന്നത്. അതിനുശേഷം പിന്നെ സിപ്പി എപ്പോഴും അനുസ്മരിക്കാറുള്ള ഒരു ഇതുണ്ടല്ലോ, തിക്കോടിയൻ്റെ ജീവിതം എന്ന നാടകം. അല്ല, അതിനിടയ്ക്ക് ഞാൻ ചോദിക്കട്ടെ, ഈ പാട്ട് എന്ന് പറയുന്നത് പെട്ടെന്ന് ഒരു ദിവസം അങ്ങോട്ട് പറയുമ്പോൾ തന്നെ എഴുതാൻ പറ്റുന്നതല്ലല്ലോ. അതിന് മുൻപ് ആ സംഗീതവുമായിട്ട് അല്ലെങ്കിൽ പാട്ടുകളുമായിട്ട് എന്തെങ്കിലും ബന്ധങ്ങളോ അല്ലെങ്കിൽ പരിചയങ്ങളോ സാറിനുണ്ടായിരുന്നു? പാട്ടുകളായിട്ടല്ല, കവിതയായിട്ട് നല്ല ബന്ധമുണ്ടായിരുന്നു. അത് വെച്ചിട്ട് നമ്മൾ എഴുതുന്നത് കവിത പോലത്തേതാണ്. അത് അവർ സംഗീതം കൊടുത്ത് പാട്ടായിട്ട് ഇത് ചെയ്യുന്നത് മാത്രമേ ഉള്ളൂ. ആ ഒരു കവിതയോട് ചെറുപ്പത്തിൽ ഉണ്ടായിരുന്നൊരു ആഭിമുഖ്യം കഥയിലാണ് തുടക്കമെങ്കിലും അത് മനസ്സിലങ്ങനെ കിടന്നിരുന്നു. അതാണ്. അപ്പോൾ അത് വെച്ചിട്ടാണ് അതിന് ഇവിടെ CPIC-കാരോ ആരോ, സിപ്പി അതിലൊരു കൊച്ചു പെൺകുട്ടിയായിട്ട് അഭിനയിച്ച കാര്യമൊക്കെ പുള്ളി പറയും. അത് നാടകത്തിൽ അതിൽ പാട്ടെഴുതി. പിന്നെ അതുകൂടാതെ ഞാനൊരു തീയാണ് തിന്നുന്നതെന്ന് പറഞ്ഞ് കൊടുങ്ങല്ലൂർ രാമവർമ്മയുടെ ഒരു നാടകത്തിന്, പ്രൊഫഷണൽ നാടകമുണ്ട്, അതിന് പാട്ടെഴുതി. പിന്നെ ഒരു 15ഓളം നാടകങ്ങൾക്ക് ഞാൻ പാട്ടെഴുതിയിട്ടുണ്ട്. അത് ഏത് കാലഘട്ടത്തിലാണ്? എത്ര വയസ്സുള്ളപ്പോഴാണ്? അത് ആദ്യ തുടക്കം ഏതാണ്ട് 17-18 വയസ്സുള്ളപ്പോൾ തുടങ്ങിയിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് പിന്നെ തുടർച്ചയായിട്ട് അധ്യാപകനായപ്പോഴും തുടങ്ങിയിട്ടുണ്ട്. മാത്യു മറ്റത്തിൻ്റെ ഒരു നാടകം എറണാകുളത്തുകാർ എടുത്ത് കളിച്ചപ്പോൾ അതിന് പാട്ടെഴുതി, അത് സംഗീതം ചെയ്തൊക്കെ പോയിട്ടുണ്ട്. പിന്നെ വടക്കേക്കര ചില നാടക സമിതികൾക്ക് വേണ്ടി. പിന്നെ
ഭദ്രൻ വന്നു കഴിഞ്ഞപ്പോൾ ഭദ്രൻ്റെ നാടകത്തിന് പാട്ടെഴുതി. ഉം. പിന്നെ ഞാൻ തന്നെ 2 നാടകം എഴുതി അവിടെ കളിച്ചിട്ടുണ്ട്. അതിന് പാട്ടെഴുതി. അതിൽ രസകരമായൊരു സംഭവം കൂടി ഓർക്കാനുണ്ട്. ഞാൻ ഒരു ദിവസം അത് കേൾക്കേണ്ടതാണ്. തിരുവനന്തപുരത്ത് പോയിട്ടും മടങ്ങി വരുന്നു. ബസ്സിലാണ് വരുന്നത്. കാഞ്ഞിരമറ്റം വഴിയുള്ള ബസ്സാണ്. അത് തൃപ്പൂണിത്തുറ വന്നു കഴിഞ്ഞപ്പോൾ ആ ജംഗ്ഷനിൽ അവിടെ ഒരു അമ്പലത്തിൽ ഉത്സവം നടക്കുന്നു. ഉത്സവം കഴിഞ്ഞിട്ട് ഗാനമേള ആരംഭിക്കുകയാണ്. അപ്പോൾ ആൾക്കൂട്ടം കൊണ്ട് ബസ് അവിടെ തടഞ്ഞവിടെ നിന്നു. ഉടനെ ഗാനമേള ആരംഭിക്കണം, അനൗൺസ്മെൻറ്റ്. വയലാർ എഴുതി ദേവരാജൻ സംഗീതം ചെയ്ത പാട്ടാണ് അടുത്തതായിട്ട് പാടുന്നത് എന്നും പറഞ്ഞുകൊണ്ട് ഞാൻ ദാഹം നാടകത്തിന് എഴുതിയ പാട്ടാണ് എടുത്ത് കാച്ചണത്. സാറിന്റെ പാട്ട്. ആ, വീട്ടിൽ ഞാന് നന്ദകുമാർ ഒരു മാസിക എറണാകുളത്ത് നടത്തിയിരുന്നു. അതിൽ രാഗാഞ്ജലി എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ കുറേ പാട്ടുകൾ അതിൽ പ്രസിദ്ധീകരിച്ചിരുന്നു. പക്ഷെ അതിൻ്റെയൊക്കെ കോപ്പി പോയി. ഇത് വേറെ വല്ലവരും അവകാശപ്പെട്ടാൽ നമുക്ക് തെളിയിക്കാൻ മാർഗമില്ല. വേറെ ആൾ എൻ്റെ ആണെന്ന് പറഞ്ഞാലേ നമുക്ക് തെളിയിക്കാൻ വല്ല മാർഗമുണ്ട്. അങ്ങനെ ആ പാട്ടുകളൊക്കെ നഷ്ടപ്പെട്ടു പോയി. ചിലതൊക്കെ ഉണ്ട് ഇപ്പോഴും. വലിയ ഇത് വിവേകാനന്ദം പാടും, തമസേ മനസ്സേ മായാ തമസേ എന്നും പറഞ്ഞൊരു പാട്ട് അവർക്ക് എഴുതി കൊടുത്തു. അങ്ങനെ ഗാനം ഇപ്പോഴും എഴുതാൻ എനിക്ക് ബുദ്ധിമുട്ടൊന്നുമില്ല പ്രശ്നമില്ല. ഇപ്പോഴും. അപ്പോൾ ശശിയാണ് പറഞ്ഞത്, ശശിധരൻ VKS ആണ് എന്നോട് പറഞ്ഞത്, താൻ ഇപ്പോൾ കൗമുദിയിൽ കഥകളൊക്കെ എഴുതുന്നുണ്ട്, ഞാൻ കവിതയാണ് നല്ലത്, അതിൽ കുറച്ച് വെക്കുന്നു പറയും. ആ സുഹൃത്തിൻ്റെ ഉപദേശത്തോടെ ഞാൻ കവിതയിലേക്ക് തന്നെ വരാനായിട്ട് കാരണം